നമസ്കാരം. ബാലരാമപുരം 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ദേവേന്ദുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കാൻ പോലും കഴിയാനാവാത്ത പല കാര്യങ്ങളുമാണ് ഹരികുമാറിൽ നിന്നും ശ്രീതുവിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര നിസ്സാരമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ പറയുന്നതെന്നോർക്കണം. സ്വന്തം കുഞ്ഞ് അല്ലെങ്കിൽ സഹോദരിയുടെ കുഞ്ഞിനെ കൊല ചെയ്തതിനെ കുറിച്ചാണ് ഇവർ ഈ പറയുന്നത്. ഈ കുഞ്ഞിനോട് തീരാത്ത വെറുപ്പ് ഹരികുമാറിനുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടാവാനുള്ള കാരണം പക്കവടയിലുണ്ടായ കുശുമ്പാണ് ഇതിനെല്ലാം കാരണമെന്നാണ് ഹരികുമാർ പറയുന്നത്. നിങ്ങൾ ഞെട്ടിപ്പോയില്ലേ? ഞാനും ഞെട്ടിയതാണ്. അത് മാത്രമല്ല, ഇതിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. കരിക്കകത്ത് ദേവിദാസൻ എന്ന ജ്യോത്സ്യനെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഉടനെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ പേര് മുൻപ് പ്രദീപ് കുമാർ എന്നായിരുന്നു. ഇപ്പോൾ ദേവിദാസനായിട്ട് മാറിയതാണ്. കരിക്കകത്ത് പൂജയും മറ്റു കാര്യങ്ങളുമായിട്ടാണ് ഇയാൾ ഇപ്പോൾ പോകുന്നത്. അന്ന് ഇവരൊരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, 30 ലക്ഷം രൂപയുടെ. അത് ഇവരിൽ നിന്ന് തട്ടിയെടുത്തത് ഇയാളാണ്. ഇവരോട് പല കാര്യങ്ങൾ പറഞ്ഞ് തട്ടിയെടുത്തതാണ്. ദേവേന്ദു ജനിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത് എന്നും ഈ കുഞ്ഞു കാരണം നിങ്ങൾ പല പ്രശ്നങ്ങളും നേരിടുമെന്നും ഇയാൾ ഇവരോട് പറഞ്ഞു. അതിന്റെ പേരിൽ പല പൂജകളും നടത്താൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഇവരിൽ നിന്നും പല തവണയായി പണം ഈടാക്കിയത്. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് വാട്സാപ്പ് ചാറ്റുകളാണ്. ഇവിടെ മെയിൻ സ്ട്രീം മീഡിയ ഉൾപ്പെടെ വാട്സാപ്പ് ചാറ്റുകൾ ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ അയക്കുന്ന രീതിയിലുള്ള വാട്സപ്പ് ചാറ്റുകൾ അല്ല എന്നും മറിച്ച് അശ്ലീലമായിട്ടുള്ള വേർഡുകളാണ് ഇവർ ഉപയോഗിക്കുന്നതുമെന്നുമാണ് പറയുന്നത്. വാട്സപ്പ് ചാറ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ബന്ധം ഇവർക്കില്ല എന്നാണ് ശ്രീതു പറയുന്നത്. എന്നാൽ ഇവർ അശ്ലീല ചുവയുള്ള ചാറ്റുകളാണ് നടത്തിയതെന്ന് പറയുന്നുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെയുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ശ്രീതു നിവൃത്തികേട് കൊണ്ടാണ് അവനോട് ചാറ്റ് ചെയ്തത് എന്നുള്ളതാണ്. കാരണം ഹരികുമാറിന് മെന്റലി ചില പ്രോബ്ലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ എന്തൊക്കെയാണ് ചെയ്യുക എന്നറിയില്ല. അതുകൊണ്ട് സഹകരിച്ചു കൊടുക്കുകയാണെന്നാണ് ശ്രീതു പറയുന്നത്. ഒരുപക്ഷെ ആൾക്കാർ അത് ശരിയായിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ മെന്റലി അസ്വസ്ഥതയുള്ള ആളെ ചികിത്സിക്കുകയല്ല വേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അയാളുമായി അശ്ലീല ചാറ്റുകൾക്ക് ഒരു സഹോദരിക്ക് കൂട്ടുനിൽക്കുവാൻ സാധിക്കുമോ? ഹരികുമാറിന് ശ്രീതു മറ്റൊരാളെ നോക്കുന്നതോ സംസാരിക്കുന്നതോ ചിരിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. മാനസിക വിഭ്രാന്തി ഉള്ളതുകൊണ്ട് സ്വന്തം പെങ്ങളാണ് ശ്രീതു എന്നുള്ള അറിവൊന്നും ഇവനില്ല. ശ്രീതുവിന്റെ 2 കുട്ടികളെ ഇയാൾക്ക് ഇഷ്ടവുമല്ല. അവരെ തക്കം കിട്ടുമ്പോഴൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഉപദ്രവിക്കാറുമുണ്ട്. അതെല്ലാം ശ്രീതുവിനറിയാം. അവൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നതിലുമുപരി ഹരികുമാറിനെ ശ്രദ്ധിക്കുമായിരുന്നു. അവന്റെ കാര്യങ്ങളാണ് കൂടുതലും കെയർ ചെയ്തിരുന്നത്. ഹരികുമാർ ഏറ്റവും ഉപദ്രവിക്കാറുള്ളത് ഈ കുഞ്ഞു കുട്ടിയെയാണ്. കാരണം ഈ കുട്ടി വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം നശിച്ചതെന്നൊരു വിശ്വാസം ഇയാളിലുണ്ട്. ആ വിശ്വാസം മനസ്സിലിട്ട് കൊടുത്ത സ്വാമിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത്. മാത്രമല്ല, മറ്റൊരു കാരണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കില്ലേ, പ്രത്യേകിച്ച് സ്വീറ്റ്സ്, മുട്ടായികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ മൂത്ത കുട്ടിയോട് ചോദിച്ചാൽ ഇയാൾക്ക് അവൾ കൊടുക്കും. പക്ഷെ ഇളയ കുട്ടി അത് കൊടുക്കാറില്ല. പക്ഷെ ഈ ഇളയ കൊച്ചിന് 2.5 വയസ്സ് മാത്രമല്ലേ പ്രായമുള്ളൂ. അതിന് എന്തറിയാം? ആ കൊച്ച് അത് കൊടുക്കാത്തത് കൊണ്ടും ഇയാൾക്ക് ഈ കൊച്ചിനോട് ഭയങ്കര ദേഷ്യമാണ്. പലപ്പോഴായി ഇളയ കൊച്ചിനെയും മൂത്ത കൊച്ചിനെയും ഇയാൾ ഉപദ്രവിച്ചിരുന്നു. അത് കൂടുതലും ഇളയ കൊച്ചിനെയാണ് കൂടുതൽ ഉപദ്രവിക്കാറുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശ്രീതു തന്നെയാണ്. ഹരികുമാറിന് മറ്റു പല സ്ത്രീകളുമായി ബന്ധമുണ്ട്. അതുപോലെയൊക്കെ തന്നെയാണ് ശ്രീതുവിനെയും ഇവൻ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുകയും വാട്സപ്പ് കോൾ ചെയ്യുകയും ചെയ്യും. സന്ദർഭം കിട്ടുമ്പോഴൊക്കെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യും. അവനെ എതിർക്കാൻ ഭയമാണ്. എതിർത്തു കഴിഞ്ഞാൽ വയലന്റ് ആകുമെന്നാണ് ശ്രീതു പറയുന്നത്. മാത്രവുമല്ല, വയലന്റ് ആയാൽ അവൻ എന്താണ് ചെയ്യുക എന്നും പറയാൻ പറ്റില്ല. വാട്സപ്പ് വഴി ചാറ്റ് ചെയ്ത് പറയും, നീ റൂമിലേക്ക് വാ. അവൾ തിരിച്ചും അതേ രീതിയിൽ ചാറ്റ് ചെയ്യും. മാത്രവുമല്ല, അവൻ റൂമിലേക്ക് വിളിച്ചാൽ പോകുകയും ചെയ്തു. അവൻ പറയും പോലെയൊക്കെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൻ പെട്ടെന്ന് വയലന്റ് ആവും. കുട്ടികളെയും തന്നെയും ഒക്കെ ഉപദ്രവിക്കുമെന്നാണ് ഇവർ പറയുന്നത്. നിവൃത്തികേട് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് ശ്രീതു മൊഴിയായി പറയുന്നത്. ഏതായാലും ഇവർ തമ്മിലുള്ള ചാറ്റ് ഒരു കാമുകനോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവോ സംസാരിക്കുന്നത് പോലെയുള്ള ചാറ്റുകളാണ്. ഈ പൊന്നുമോളെ കൊല്ലാനുള്ള കാരണം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും.
അതായത് ശ്രീധുവിന്റെ ഭർത്താവ് വരുമ്പോൾ ഒരു പേക്ക് പക്കവട വാങ്ങിക്കൊണ്ടു വന്നിരുന്നു. സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ഇളയ കൊച്ചിനും മൂത്ത കൊച്ചിനും ആദ്യം പക്കവട കൊടുത്തു. അവസാനം വന്ന പക്കവട കവറോട് കൂടി തന്നെ ഹരികുമാറിനും കൊടുത്തു. തനിക്ക് ആദ്യം തരാതെ കുട്ടികൾക്ക് ആദ്യം കൊടുത്ത പക ഇവനിലുണ്ടായി. അതേ ചൊല്ലി അപ്പോൾ വഴക്കുണ്ടാകുകയും പക്കവട വലിച്ചെറിയുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള നിസാര പ്രശ്നങ്ങൾക്ക് ഇയാൾ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇയാളുടെ ഈ മാനസിക വൈകല്യം കാരണം നിവൃത്തിയില്ലാതെ പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ശ്രീധു പറയുന്നത്. വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവന് മാനസിക വൈകല്യം ഉള്ളത് കൊണ്ട് എനിക്ക് ഗതികേട് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ അവന് സഹകരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ കുട്ടികളെയും എന്നെയും ഒക്കെ അപായപ്പെടുത്തുമെന്ന പേടിയിലാണ് ഞാൻ ഉള്ളത്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും കണ്ണടയ്ക്കുന്നതെന്നാണ് ശ്രീധു പറയുന്നത്. ഈ സ്വാമി പറഞ്ഞിട്ടാണ് തല മൊട്ടയടിച്ചതെന്നും പറയുന്നു. കൊച്ചു ജനിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഗതികേട് ഉണ്ടായതെന്നും ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും ഈ സ്വാമി തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ കുട്ടിയാണ്. കടം വാങ്ങിച്ച പൈസകളിൽ ഒരു ഭൂരിഭാഗവും ഈ സ്വാമിയാണ് കൈക്കലാക്കിയത്. 10-20 ലക്ഷം രൂപ സ്വാമിക്ക് കൊണ്ട് കൊടുത്തു അവിടെ ആശ്രമം കെട്ടാൻ വേണ്ടിയിട്ട്. ആ ആശ്രമത്തിൽ ഇവർ നിത്യ സന്ദർശകരായിരുന്നു. ഇവർ തമ്മിൽ വാട്സാപ്പിലൂടെ അവിഹിത ബന്ധമുണ്ടെന്ന് എല്ലാവരും പറയുന്നു. ആ ചാറ്റുകൾ കണ്ടാൽ നമുക്കൊക്കെ അങ്ങനെ തന്നെ തോന്നുകയുള്ളൂ. രാത്രികാലങ്ങളിൽ സഹോദരിയെ റൂമിലേക്ക് വിളിച്ചു വരുത്തുക, അവരെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, ഇതിനൊക്കെ അവിഹിതം എന്ന് തന്നെയല്ലേ പറയുക. മാനസിക വൈകല്യമുള്ള ഒരു സഹോദരന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സഹോദരി വഴങ്ങിക്കൊടുക്കുമോ? അങ്ങനെയുള്ള ഒരാൾക്ക് ആവശ്യമായിട്ടുള്ളത് ചികിത്സയല്ലേ? അയാൾക്ക് അമ്മയാരാണ് സഹോദരി ആരാണ് എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാവാം. പക്ഷെ നിങ്ങൾക്കറിയാമല്ല അത് നിങ്ങളുടെ സഹോദരനാണെന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് അയാൾക്ക് നല്ലൊരു ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോടോ അതല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടോ പറഞ്ഞ് അവനുള്ള ചികിത്സ നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ പറയുന്നതിലൊന്നും ഒരു ന്യായമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഹരികുമാർ പോലീസിനെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ് ചാറ്റ് കാണിച്ചുകൊണ്ട് പോലീസ് അവനോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തതാണെന്ന് പറയും. അല്പസമയം കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാനും സഹോദരിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് അവൻ പറയുന്നത്. ചില ചോദ്യങ്ങൾക്കൊക്കെ തട്ടിക്കയറുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സഹോദരിയെ മുൻപിലിരുത്തി എന്ത് ചോദിച്ചാലും ഇയാൾ ഒരു കമ എന്നൊരു അക്ഷരം പറയുന്നില്ല. ഇവന്റെ മൊഴികളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നതല്ല കുറച്ചു സമയം കഴിയുമ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് പോലീസുകാർ ഒരു വ്യക്തതയും വരുത്താത്തത്. അതുകൊണ്ടാണ് പോലീസ് മീഡിയക്ക് മുന്നിൽ വന്നിട്ട് ഇതൊന്നും വ്യക്തമാക്കി പറയാത്തത്. എന്തായാലും കുഞ്ഞിനെ കൊണ്ട് കിണറ്റിൽ വലിച്ചെറിഞ്ഞത് ഇയാൾ തന്നെയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ എന്തിനാണുള്ളതെന്ന് ഇപ്പോഴും അറിയില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇയാൾ പറയുന്നത് പക്കവട കാരണമാണെന്നാണ്. പക്കവട അവസാനം കൊടുത്തതിന്റെ പേരിലാണെന്നാണ് ഇയാൾ പറയുന്നത്. പിന്നെ പലപ്പോഴായി കൊച്ചുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ കുട്ടി ഇയാൾക്ക് കൊടുക്കാത്തത് കൊണ്ടും ശ്രീധു ഈ കുഞ്ഞിനെ കൂടുതലായി സ്നേഹിക്കുന്നത് കൊണ്ടുമൊക്കെ ഇയാൾക്ക് വെറുപ്പുണ്ട്. ശ്രീധു ഭർത്താവിനെ സ്നേഹിക്കുന്നതോ അവളുടെ കൊച്ചുങ്ങളെ സ്നേഹിക്കുന്നതോ ഇയാൾക്ക് ഇഷ്ടമല്ല. കുട്ടികൾക്ക് കൂടുതൽ സ്നേഹം കൊടുക്കുമ്പോൾ ഇവന് ഭയങ്കര കലിയാണ്. എന്തെങ്കിലും സാധനം കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് ആദ്യം കൊടുക്കാൻ പാടില്ല, മുൻപേ ഇവന് തന്നെ കൊടുക്കണം.